അരിക്കൊമ്പൻ തമിഴ്നാട് വനത്തിലെത്തി. ലോവർ ക്യാമ്പ് പവർ ഹൗസിന് സമീപത്തെ വനത്തിലാണ് എത്തിയത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, അരിക്കൊമ്പൻ ഇപ്പോൾ ഏതു ഭാഗത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ശ്രുതി, അരിക്കൊമ്പൻ തമിഴ്നാട് വനത്തിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ ലോവർ ക്യാമ്പ് പവർ ഹൗസിന് സമീപത്തെ വനത്തിലാണ് അരിക്കൊമ്പനുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാത മുറിച്ച് കടന്നു. കുമ്പളിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ. ഇവിടെ നിന്നും ചിന്നക്കനാൽ ഭാഗത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് ഒരു പ്രതീക്ഷ. ഏതായാലും അത്തരത്തിൽ ചിന്നക്കനാൽ ഭാഗത്തേക്ക് എത്തിയാൽ വീണ്ടും ഒരു ആശങ്ക തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജനങ്ങളിൽ. കാരണം ഒത്തിരിയേറെ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിലാണ് ഈ അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും പെരിയാർ റിസർവിനുള്ളിൽ കൊണ്ടുവിട്ടത്. എന്നാൽ തീർത്തും ഈ അരിക്കൊമ്പന്റെ സഞ്ചാരപഥം വീണ്ടും ചിന്നക്കനാലിലേക്കാണെങ്കിൽ വീണ്ടും ഒരു ആശങ്ക തന്നെയായിരിക്കും ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അരിക്കൊമ്പൻ തമിഴ്നാട് മേഖലയിലായിരുന്നു. അതിനുശേഷം വീണ്ടും മോദക്കാനത്ത് എത്തിയിരുന്നു. അതേ തുടർന്ന് വീണ്ടും അരിക്കൊമ്പൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മംഗളാദേവി ക്ഷേത്രത്തിന്റെ പാതയിലും പകലെല്ലാം ആനയെ കണ്ടെത്തി വനവകുപ്പ് വാച്ചർമാരടക്കം ഈ ആനയെ ഓടിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ വീണ്ടും കുമളിയിലെ റോസാപ്പൂങ്കണ്ടത്തെ ജനവാസ മേഖലയ്ക്ക് സമീപം എത്തി. തുടർന്ന് വനവകുപ്പ് നിരവധി തവണ പരിശ്രമിച്ച ശേഷം വെടിയുതിർത്ത ശേഷമായാണ് ആനയെ കാട് കയറ്റിയത്. എന്നാൽ ഈ സമയമെല്ലാം തന്നെ ആന ഈ ഉൾവനമേഖലയിലേക്ക് കടക്കാൻ തയ്യാറായില്ല. കാരണം ഈ ജനവാസ മേഖലയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള വനത്തിൽ തന്നെയാണ് നിലയുറപ്പിച്ചത്. ഏതായാലും അരിക്കൊമ്പൻ വീണ്ടും കുമളിയിലെ ജനവാസ മേഖലയിൽ എത്തുമെന്ന ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു വനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ഭാഗത്തെല്ലാം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അരിക്കൊമ്പൻ വീണ്ടും തമിഴ്നാട് അതിർത്തിയായ വനത്തിനുള്ളിലെത്തി. ഈ പവർ ഹൗസിന് സമീപത്തെ വനത്തിലെത്തി ദിണ്ടുക്കൽ ദേശീയപാത മുറിച്ച് കടന്നു. ഇവിടെ നിന്നും ഇനി ചിന്നക്കനാലിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയും പകലും അടക്കമുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നിരീക്ഷണം ശക്തമാക്കാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം തന്നെ സ്ഥലത്തുണ്ട്. ഏതായാലും വീണ്ടും ചിന്നക്കനാൽ അത്തരത്തിൽ അരിക്കൊമ്പൻ വീണ്ടും സ്ഥലത്തെത്തുകയാണെങ്കിൽ തന്നെ വലിയൊരു ആശങ്കയും പ്രതിഷേധങ്ങൾ വീണ്ടും ഈ വനവകുപ്പിനെതിരെ ഉയർന്നു വന്നേക്കാം. കാരണം മൃഗസ്നേഹികളടക്കം നിരവധി ഈ ആനയെ കൂട്ടിലടക്കേണ്ട വനത്തിൽ തന്നെ കൊണ്ടുവിടണം എന്നുള്ള കേസ് വരെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഇനി ആന ഈ ചിന്നക്കനാൽ മേഖലയ്ക്ക് എത്തുവാണെങ്കിൽ തീർച്ചയായും അത് വലിയൊരു ആശങ്കയ്ക്ക് തന്നെ ഇരയാകുമെന്നൊരു യാതൊരു സംശയമില്ല. അരിക്കൊമ്പന്റെ യാത്ര ആശങ്കയ്ക്ക് ഇടയാക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ലോവർ ക്യാമ്പ് പവർ ഹൗസിന് സമീപത്തെ വനത്തിലാണ് അരിക്കൊമ്പൻ ഇപ്പോൾ ഉള്ളത്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാത മുറിച്ചു കടന്നിരിക്കുന്നു. കുമളിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണിപ്പോൾ. ഇവിടെ നിന്നും ചിന്നക്കനാലിലേക്ക് എത്താൻ വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്.